എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പാചകമോ മറ്റു കാര്യങ്ങളും ഒന്നുമല്ല. ഇന്ന് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി ആയുർവേദത്തിലോട്ട് കിടക്കാം. ഇപ്പോൾ ഈ മഴ സമയത്ത് ധാരാളം പൊട്ടിമുളച്ച് വരുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇഷ്ടം പോലെ നമ്മളെ പറമ്പിലും എവിടെ നോക്കിയാലും മുളച്ച് വരുന്ന ഒരു അത്ഭുത മരുന്ന്. എന്താണെന്ന് കീഴാർ നെല്ലി. ഈ കീഴാർ നെല്ലി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നെല്ലിയുടെ കണക്ക് തന്നെ ഇത്. താഴെ താഴെ ഒരു നെല്ലിക്ക പോലെയുണ്ട്. അതുകൊണ്ട് തന്നെ കീഴാർ നെല്ലി. ഇലയ്ക്കൊരു പുളിരസവും ഉണ്ട്. ഇത് നമ്മളെ പുളിയിലെ ചമ്മന്തി അരയ്ക്കുന്ന കണക്ക് ചമ്മന്തി അരച്ച് കഴിക്കാം. ഇത് ധാരാളം ഇപ്പം പൊടിച്ചു വരുന്നത് കൊണ്ട് വേരുൾപ്പെടെ ഇത് ഉപയോഗമാണ്. ഇതിൻ്റെ വേര് എല്ലാത്തിനും എന്ന് വെച്ചാൽ മഞ്ഞപ്പിത്തത്തിന് കരൾ അസുഖത്തിന് ഏറ്റവും നല്ലതാണ് കീഴാർ നെല്ലി. ഇത് കീഴാർ നെല്ലി സമൂലം അരച്ച് പാലിലോ നാളികേര പാലിലോ ദിവസവും കഴിക്കണം. നമുക്ക് ഈ പനിയൊക്കെ വരുമ്പോൾ ഈ കീഴാർ നെല്ലി തിളപ്പിച്ച വെള്ളം കുടിക്കുക ഏറ്റവും നല്ലതാണ്. എല്ലാ രോഗങ്ങൾക്കും മഞ്ഞപ്പിത്തത്തിനാണ് ഏറ്റവും ഫലപ്രദമായിട്ട് വളരെ കാലം തൊട്ടേ ഓരോ നാട്ടുവൈദ്യത്തിലും ഈ കീഴാർ നെല്ലി നമുക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തണം. നമ്മുടെ വീട്ടിൽ ചെടികൾ വയ്ക്കുന്നത് പോലെ തന്നെ ഈ കീഴാർ നെല്ലി നമ്മുടെ ചെടിച്ചട്ടിയിൽ വെച്ച് പിടിപ്പിക്കണം. കീഴാർ നെല്ലിയുടെ വെള്ളം തിളപ്പിച്ച് കുടിച്ച കൊളസ്ട്രോൾ കുറയും. പ്രഷറും ഷുഗർ എല്ലാ രോഗങ്ങൾക്കും ഒരു ഉത്തമമാണ്. ഇതിൻ്റെ സമൂലമാണിത്. ഒന്നും കളയണ്ട. അത്രയ്ക്ക് നല്ല ഇടിച്ച് പിഴിഞ്ഞ് നീര് കുടിച്ചാൽ ഏറ്റവും നല്ലതാണ്. മൂത്രാശയ രോഗങ്ങൾക്ക്, പിന്നെ പനി, ഇതിലെല്ലാം ഇത് മഞ്ഞപ്പിത്തം ഇതിനെല്ലാം ഒരു നല്ലൊരു ഔഷധമാണിത്. എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തണം കേട്ടോ. ഇതിൻ്റെ വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് വെച്ചിരുന്ന ദാഹശമനിയായിട്ട് നമുക്ക് രാവിലെ കഴിക്കാം. നെല്ലിക്ക കഴിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ പൊടിയും ഏറ്റവും നല്ലതാണ്. പ്രമേഹത്തിന് ഏറ്റവും ഉത്തമമാണ് കേട്ടോ. എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ. ഈ കീഴാർ നെല്ലിക്ക് പാർശ്വഫലങ്ങളൊന്നുമില്ല കേട്ടോ. യാതൊരു സൈഡ് എഫക്റ്റുകളും ഒന്നുമില്ലാത്ത ഒരു പച്ചമരുന്നാണ് ഇത് കേട്ടോ. എപ്പോൾ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇതിൻ്റെന്ന് വെച്ചാൽ ഇതൊരു 10 മില്ലി നീരെടുത്തിട്ട് പിഴിഞ്ഞ് നല്ലോണം സമൂലം ഇടിച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ വേരുൾപ്പെടെ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ടേ പശുവും പാലെടുക്കണം. പശുവും പാലെടുത്തിട്ട് നല്ല പശുപാൽ, കവർ പാലൊന്നും ആവരുത്. പശുവിൻ്റെ പാല് തന്നെ നമ്മൾ എടുക്കണം. അതിനകത്ത് രാവിലെ വൈകുന്നേരം ഒരു 10 ml ഒരു 10 മില്ലി ഒരു ഔൺസ് ഗ്ലാസ്സിൽ അളന്നെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ കപ്പ് സിറപ്പിൻ്റെ അടപ്പുണ്ടല്ലോ, 5 ml 10 ml എന്നും പറഞ്ഞിട്ട് അതിനൊരു 10 ml എടുത്താൽ മതി. എടുത്തിട്ട് ഒരു 7 ദിവസം തുടർച്ചയായിട്ട് കഴിക്കണം. കഴിക്കുമ്പോൾ മഞ്ഞപ്പിത്തം നിശേഷം മാറും. അതേപോലെ തന്നെ പനിയൊക്കെ വന്നാലും ഇത് കഴിക്കണം. നമ്മൾ കസ്തൂരാതി ഗുളിക കഴിക്കുന്ന കണക്ക് ഇത് വെയിലത്ത് വെച്ച് ഉണക്കി ചെറുതായിട്ട് ഇത് അരയ്ക്കണം നല്ലോണം. ഇലകളും വേരും ഉൾപ്പെടെ അരച്ചിട്ട് നല്ല മെഴുകുപോലെ അരച്ചിട്ട് ഉരുട്ടി വെയിലത്ത് വെച്ച് ഉണക്കണം. അപ്പം കസ്തൂരാതി ഗുളികയുടെ കണക്ക്, ധന്വന്തരം ഗുളികയുടെ കണക്കൊക്കെ ഉരുണ്ടിരിക്കും. ഉണക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. തണലത്ത് വെച്ച് ഉണക്കിയാലും ഉണങ്ങിക്കോളും. അത് കുറച്ച് ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടിയാൽ മതി. തണലത്ത് ഉണക്കിയാൽ മതി. വെയിലത്ത് ഉണക്കണ്ട. അല്ലാതെ തണലത്ത് ഉണക്കിയെടുത്ത് അത് നമുക്ക് കാലത്തും വൈകിട്ടും ഓരോന്ന് പനിയുള്ളപ്പോഴോ ഇല്ലാത്തപ്പോഴോ വയറ്റിനുള്ള അസുഖത്തിന്, ആർത്തവ സമയത്തുള്ള വയറ്റുവേദനയ്ക്ക്, മൂത്രാശയ രോഗത്തിന് എന്ന് വേണ്ട ഇത് ധാരാളം കിട്ടുന്ന സമയത്ത് അങ്ങനെ ചെയ്ത് വെച്ചിരുന്നാൽ ഉപയോഗപ്പെടും കേട്ടോ. പിന്നെ മുടി വളരാൻ ഇത് നല്ലൊരു മരുന്നാണ്. ഇത് നല്ലോണം മിക്സിയിലോ കല്ലിലോ എന്താ വെച്ചാൽ ഇടിച്ച് അതിൻ്റെ ചാറും തണ്ടും എല്ലാം കൂടെ ഇട്ട് എണ്ണ കാച്ചി തലയിൽ തേച്ചാൽ മുടി ഉള്ളോടുകൂടി വളരും. യാതൊരു സംശയം വേണ്ട കേട്ടോ. നമ്മൾ കറ്റാർവാഴയൊക്കെ എണ്ണ കാച്ചുമ്പോൾ ഈ കീഴാർ നെല്ലിയും കൂടെ ചേർത്ത് എണ്ണ കാച്ചുക. അതേപോലെ തന്നെ നമ്മളെ കയ്യോ കാലോ ഒക്കെ പഴുത്തും മുറിഞ്ഞും ഒക്കെ ഇരുന്നാൽ തന്നെ ഇത് നല്ലോണം
പിഴിഞ്ഞ് അതിൻ്റെ നീര് ഉൾപ്പെടെ വെച്ച് തുണി കെട്ടി വെച്ച മുറിവ് നല്ലോണം ഉണങ്ങും. കാരണം മുറിവിനൊക്കെ ആയുർവേദത്തിൽ ഇത് ഒരുപാട് ചേർക്കുന്നുണ്ട്. പ്രമേഹത്തിനും കൊളസ്ട്രോളിനും എല്ലാം നല്ലത്. നമ്മൾ നെല്ലിക്ക കഴിക്കുന്നത് കണക്ക് തന്നെ ഇത് നമുക്ക് ഉള്ളിൽ ചെല്ലുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. നെല്ലിക്ക കഴിക്കുമ്പോൾ നമുക്ക് നല്ല സുഖമില്ലേ, ഈ പ്രമേഹമൊക്കെ കുറയുമല്ലോ. അതേപോലെ തന്നെ ഇത് ദിവസവും ഇത് കഴിക്കാൻ നോക്കുക. അത് കണക്ക് തന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കുക. ഇതൊക്കെ ചെയ്താൽ ശരീരത്തെ നീരൊക്കെ പോകാനും ശരീരവേദന എല്ലാം നല്ല മാറിക്കിട്ടും. എല്ലാവരും ഉപയോഗപ്പെടുത്തണം. എൻ്റെ ഈ ചെറിയൊരു അറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്നേ ഉള്ളൂ. എല്ലാവരും പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് ദിവസവും കറിവേപ്പില ഊരിയിടുന്നത് പോലെ തന്നെ നമ്മളെ കറികളിലും എല്ലാം ഇത് യാതൊരു സ്മെല്ലോ യാതൊരു ഒന്നുമില്ല. നല്ല ഇലയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത് എല്ലാവരും ഇത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം. ഇതേപോലെ ഇടയ്ക്ക് ഞാൻ ഒരു ആയുർവേദമൊക്കെ ഞാൻ പറഞ്ഞു തരാം. എണ്ണ കാച്ചുന്നതും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അതേപോലെ മരുന്നുകളെക്കുറിച്ച് ഞാൻ കുറച്ചൊക്കെ അറിവുള്ളതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.